കുറേ ആളുകളിൽ കാണുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് ഇപ്പം എന്ത് കിട്ടും എന്നതാണ് പ്രധാനം. നിങ്ങൾ തെങ്ങ് വെച്ചാൽ അപ്പം തന്നെ അതിന്റെ റിട്ടേൺ കിട്ടില്ല. പ്ലഷർ ഇൻസ്റ്റന്റ് ആണ്. നമുക്ക് 10 കിലോമീറ്റർ അപ്പുറത്താണ് എത്തേണ്ടത്. പക്ഷെ 10 കിലോമീറ്റർ അപ്പുറത്ത് എത്തണമെങ്കിൽ ആദ്യം 1 കിലോമീറ്റർ കടക്കണ്ടേ? ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് തെങ്ങ് വയ്ക്കാൻ പറ്റില്ല. ചില സുഖങ്ങളെ നിങ്ങൾ ത്യജിക്കേണ്ടി വരും ഒരു വലിയ റിവാർഡിന് വേണ്ടി. നമസ്കാരം സർ. നമസ്കാരം സർ. ജീവിതത്തിൽ പല വലിയ കാര്യങ്ങളും കിട്ടുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ സാറിൻ്റെ ലൈഫിലാണെങ്കിലും സാർ കുറേ പ്രാക്ടീസ് ചെയ്തു പോയ കാര്യമാണ് ഇത്. ഞാൻ ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ചിട്ടും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ചിട്ടുമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഗ്രാറ്റിഫിക്കേഷൻ? എന്തിനാണ് നമ്മൾ ഈ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാമോ? ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, ഒരു സംതൃപ്തി, ഇതിനെയാണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. ഉദാഹരണം, എനിക്കൊരു ബിരിയാണി തിന്നണം തോന്നി. അപ്പം തന്നെ ഒരാൾ എനിക്ക് ബിരിയാണി കൊണ്ടുവന്ന് തന്നു. അപ്പം എനിക്കുണ്ടാകുന്ന ഒരു സാധനം. ഒരു സിനിമ കാണണം തോന്നി. അപ്പോൾ ഒരു ഫ്രണ്ട് ടിക്കറ്റുമായി വന്നു, ഒരു സിനിമ കണ്ടു. ഇങ്ങനെ ഇതാണ് ആ കിട്ടുന്നത് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഈ ഗ്രാറ്റിഫിക്കേഷനെ 2 ടൈപ്പായിട്ട് തിരിക്കാം. ഒന്ന് ഇൻസ്റ്റന്റ് എന്ന് പറയും, അപ്പം തന്നെ കിട്ടുന്നത്. 2 ഡിലേഡ്, വൈകി കിട്ടുന്നത്. എന്താ തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ചെയ്തു, അതിനെനിക്കൊരു പ്ലഷർ കിട്ടി, അതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ചെയ്താൽ ഇപ്പം തന്നെ കിട്ടുന്നത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ചെയ്യും, എന്നാൽ ഇപ്പം അതിൻ്റെ ഒരു സംതൃപ്തിയോ പ്ലഷറോ എനിക്ക് കിട്ടണമെന്നില്ല. ഇന്റൻഷനലി ഞാൻ അത് വേണ്ടെന്ന് വെക്കുന്നു. എന്തിനാണെന്നറിയാമോ? പിന്നീട് എനിക്ക് കിട്ടാൻ പോകുന്ന, ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടാൻ പോകുന്ന വലിയ റിവാർഡിന് വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെന്ന് കരുതുക. അതിലൊരു കുട്ടി രാവിലെ 6 മണിക്ക് എണീറ്റ് 5-10 കിലോമീറ്റർ ഓടുകയാണ്. അപ്പോൾ ബാക്കിയുള്ള 2 കുട്ടികൾ ഉറങ്ങുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓടുന്ന കുട്ടി ഉറക്കം എന്ന് പറയുന്ന തൽക്കാല ഒരു സുഖത്തിനെ വേണ്ടെന്ന് വയ്ക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ മത്സരത്തിൽ പങ്കെടുത്ത് ഒരു ഗോൾഡ് മെഡൽ കിട്ടാൻ വേണ്ടിയാണ്. അത് ഡിലേ, അതായത് വൈകി കിട്ടാൻ പോകുന്ന ഒരു വലിയ റിവാർഡാണ്. അതിനുവേണ്ടി നിലവിലുള്ള സാധനങ്ങളെ, നിലവിലുള്ള പ്ലഷറുകളെ, ഈ ഉറക്കം അല്ലെങ്കിൽ അവിടെ ചണ്ടൂടി കിടക്കുക, അത് വേണ്ടെന്ന് വെക്കുകയാണ് ആ കുട്ടി. അതിനാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. പൊതുവെ നമ്മളെപ്പോഴും ഈ ഇൻസ്റ്റന്റിലേക്ക് പോണ ആൾക്കാരല്ലേ സർ? നമുക്ക് പെട്ടെന്നെല്ലാം വേണം, റിവാർഡുകൾ വേണം. ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നമ്മളെ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ബ്രെയിനിന് എപ്പോഴും റിവാർഡുകൾ വേണം എന്നിങ്ങനെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കില്ല നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടെന്ന് വെക്കുന്നത്. നമ്മളിപ്പോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ന്യൂജൻ കുട്ടികളിൽ നമ്മളൊരു കാര്യം ചോദിക്കാന്ന് പറഞ്ഞാൽ അവർ വളരെ മിടുക്കരാണ്, ഒരുപാട് കഴിവുള്ളവരാണ്, നമ്മളെക്കാൾ ഭയങ്കര ഫാസ്റ്റാണ്, ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലാണ്. അവർക്ക് ഞാൻ കാണുന്ന എന്തെങ്കിലും ഒരു കുറവായിട്ട്, എനിക്ക് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കുറേ ആളുകളിൽ കാണുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് ഇപ്പം എന്ത് കിട്ടും എന്നതാണ് പ്രധാനം. അപ്പം ഇപ്പം എന്ത് കിട്ടും എന്ന് ചിന്തിച്ചാൽ അത് വേണ്ടെന്നല്ല, പേരൻസ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് പ്രധാനം നിങ്ങളുടെ ഹോബി എങ്കിൽ, നിങ്ങളുടെ ഹാബിറ്റ് എങ്കിൽ നിങ്ങൾക്ക് വൈകി കിട്ടുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടും. ഒരു ഉദാഹരണം പറയാം, 1000 ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. ഈ ശമ്പളം നിങ്ങൾ അടിച്ചു പൊളിച്ച് ചിലവാക്കുന്നു. കാരണം അത് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മദ്യപിക്കാം, നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അപ്പം പ്ലഷർ തരുന്നു. നിങ്ങൾ അതിൽ നിന്ന് ഒരു 5000 രൂപ മാറ്റിവെക്കുന്നു. ഈ 5000 രൂപ മാറ്റി വയ്ക്കുമ്പോൾ 5000 രൂപ കൊണ്ട് കിട്ടേണ്ട ചില സാധനങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഈ 5000 രൂപ നിങ്ങൾ ഒരു സേവിങ്സിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ മുടക്കാണ്. എന്തിനാണ്? ഈ ജോലി എന്നും ഉണ്ടാവില്ലെന്നും, ഇല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ എനിക്കൊരു ഫണ്ട് വേണമെന്ന് തോന്നുന്ന ഒരാൾ, ഇയാൾ അതിനു വേണ്ടി ഇത് മാറ്റിവെക്കും. അതിനെയാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് തെങ്ങ് വയ്ക്കാൻ പറ്റില്ല, രസത്തിൽ പറഞ്ഞ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ തെങ്ങ് വെച്ചാൽ അപ്പം തന്നെ അതിൻ്റെ റിട്ടേൺ കിട്ടില്ല. നിങ്ങൾ 7-10 കൊല്ലം കാത്തിരിക്കണം. ആ കാത്തിരിക്കാൻ, വലിയ റിവാർഡ് കേട്ടാൻ വേണ്ടി കാത്തിരിക്കാനുള്ളൊരു ശേഷി ഉണ്ടല്ലോ, അതിനെയാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുക.
നമ്മൾ പലപ്പോഴും ഈ വൈകി കിട്ടുന്ന ഒരു കാര്യത്തിന്റെ വില നമുക്കറിയാതെ പോകുന്നത് ഒരു ഇഷ്യൂ അല്ലേ? അതിനൊരു മൂല്യമുണ്ടാകും. ഇപ്പൊ കിട്ടുന്നതിനൊരു മൂല്യവും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടുന്നതിനൊരു മൂല്യവും ഉണ്ടാവും. ആ വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടുന്നതിന്റെ വലിയ വിലയെക്കുറിച്ച് നമുക്ക് അറിയാതെ പോകുന്നത് ഒരു ഇഷ്യൂ അല്ലേ ശരിക്കും? പൊതുവേ നമ്മുടെ ഒരു സൈക്കോളജിക്കലി പറഞ്ഞാൽ ഇപ്പോ ഉള്ളതിന്റെ വില ഭാവിയിൽ കിട്ടുന്നതിന് തോന്നില്ല. കാരണം ദൂരെയാണ്. ദൂരെയുള്ളതിന് പൊതുവെ വാല്യൂ കുറവായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വലിയ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയെന്നായിരുന്നു എക്സാമ്പിൾ. ഇന്നാണ് മരിച്ചതെങ്കിൽ അതിന് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. ഈ മരണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ വിഷമത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്ര ഇല്ല. കാരണം അത് ദൂരെയാണ്. ഏതെല്ലാം ദൂരെയാകുന്നുവോ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ തെങ്ങ് വച്ച് 8 കൊല്ലം കഴിഞ്ഞ് തേങ്ങ എന്ന് പറയുന്നത് ദൂരെയാണ്. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പം ഇപ്പം എന്ത് കിട്ടും എന്നാണ് നോക്കുക. അപ്പോൾ ഇങ്ങനെ പറയാം, നമുക്ക് ഇപ്പം കിട്ടുന്നത് പ്ലഷറാണ്. 7 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നത് ഹാപ്പിനെസ് ആണ്. എന്താണ് പ്ലഷറും ഹാപ്പിനെസ് തമ്മിലുള്ള വ്യത്യാസം? പ്ലഷർ ഇൻസ്റ്റന്റ് ആണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്താൽ, നിങ്ങൾ സിഗരറ്റ് വലിച്ചാൽ ആ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സുഖം അടുത്ത സിഗരറ്റ് വലിക്കുന്നവരേ ഉള്ളൂ. അടുത്ത ഒരു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത സിഗരറ്റ് വലിക്കുന്നവരേ ആ പ്ലഷർ ഉള്ളൂ. അതായത് നെക്സ്റ്റ് ഒരു ഷോർട്ട് ടേം പ്ലഷർ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. അടുത്തത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ. ഇപ്പൊ നമ്മളൊരു സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ ഒരു മദ്യപിക്കുന്നു. ആ മദ്യപാനത്തിന്റെ സുഖം വളരെ ടെമ്പററിയാണ്. എന്നാൽ ഒരു 7 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നത് ഒരു വലിയ റിവാർഡാണ്, വലിയ ഹാപ്പിനെസ്. അത് സസ്റ്റൈനബിൾ ആണ്, ലോങ് ടൈം ഉള്ളതാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു ലോങ് ടൈം വ്യൂ പൊതുവേ നോക്കോളൂ. ലോങ് ടൈം വ്യൂ ഞാൻ ആളുകളെ കാണുമ്പോൾ ലോങ് ടൈം വ്യൂ ഉള്ളവരാണോ എന്ന് ഭയങ്കരമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ട മെജോറിറ്റിക്ക് ലോങ് ടൈം വ്യൂ ഇല്ലാത്തവരാണ്. ഇപ്പം എന്ത് കിട്ടും എന്നതാണ് പ്രധാനം. ഞാൻ പറയും, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നത് കൊണ്ട് 5 കൊല്ലമോ 10 കൊല്ലം കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 500 രൂപ അപ്പുറത്ത് കൂടുതൽ കൊടുത്താൽ അപ്പുറത്ത് പോകും. ഇല്ലെങ്കിൽ ഇവിടെ ചില ഡിസ്കംഫർട്ടുകൾ ഉണ്ടായാൽ നമ്മൾ മാറിപ്പോകും. അപ്പം നമുക്ക് അപ്പോഴത്തെ കാര്യങ്ങളാണ് താല്പര്യം. ചീര വെക്കുന്നതും തെങ്ങ് വെക്കുന്നതും 2 തരം അനുഭവങ്ങളാണ്. ചീര വേണ്ടെന്നല്ല, ചീര വെച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ചീര വെച്ചാലേ നിങ്ങൾക്ക് അടുത്തത് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഇന്ന് കഴിക്കുന്ന എല്ലാ തേങ്ങകളും നിങ്ങളുടെ അച്ഛൻ്റെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഹാബിറ്റായ കുറെ ആൾക്കാരുണ്ടല്ലോ. ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു സ്വഭാവമുള്ള കുറെ ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 6 മാസം ഒരു സ്ഥലത്ത്, 3 മാസം ഒരു സ്ഥലത്ത്, 1 വർഷം ഒരു സ്ഥലത്ത്, അങ്ങനെ മാറി പോകുന്ന കുറെ ആളുകളുണ്ട്. ശരിക്കും ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? 100%. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാരന്റിങ്ങിൽ വളരെ പ്രധാനമായി വരേണ്ട ഒരു സാധനമാണ്. മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ട ക്വാളിറ്റികളിൽ ഒന്നാണ്, ഞാൻ ഡിസിഷൻ മേക്കിംഗ് മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ട ഒരു പാഠ്യമാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, നമ്മൾ കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുക്കും. ചിലപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ കിട്ടിയ പോക്കറ്റ് മണി ഇപ്പം തന്നെ ഇഷ്ടമുള്ളൊരു കാര്യം വാങ്ങിച്ച് തിന്നുകയോ ഇല്ലെങ്കിൽ അത് ചെലവാക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. പകരം അതൊരു ഭണ്ണാരത്തിൽ ഇട്ട് വയ്ക്കുക. ഇതിനേക്കാൾ വിലപിടിപ്പുള്ളൊരു സാധനം 1 കൊല്ലം കഴിയുമ്പോൾ വാങ്ങുക എന്ന് പറയുന്നത് അതവരെ പഠിപ്പിക്കണം എന്നാണ്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ അച്ഛൻ വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, അക്കാഡമിക് എഡ്യൂക്കേറ്റഡ് അല്ല. പക്ഷെ ഞാൻ ചായക്കടയിൽ പണിക്ക് നിൽക്കുമ്പോൾ, അച്ഛൻ ചായക്കടയായിരുന്നു, ചായക്കടയിൽ നമ്മൾ സഹായിക്കാൻ നിന്ന് അച്ഛൻ കോയിൻ തരും വൈകുന്നേരം. ഈ കോയിൻ നമ്മളൊരു ഭണ്ണാരത്തിലിട്ട് വയ്ക്കും. നമുക്കത് മിഠായി മേടിച്ച് തിന്നാ സ്കൂളിൽ പോണ സമയത്ത്.
പക്ഷെ നമ്മളത് ഭണ്ണാരത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് ആ ഭണ്ണാരം എന്നറിയുമ്പോൾ നമ്മൾ ഒരു തുണിക്കടയിൽ ചെന്ന് നമ്മുടെ തുണി എടുക്കും. അന്ന് അതുകൊണ്ട് ആ തുണി എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആത്മാഭിമാനം, നമ്മളോട് ഉണ്ടാകുന്ന ഒരു അഭിമാനം എന്നെ പലപ്പോഴും എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ബൈ പ്രാക്ടീസിലൂടെ നമുക്ക് വേറെ ആളെ പഠിപ്പിക്കാനും പറ്റും, നമുക്കത് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അതാണ് ഒരു ഇപ്പം ഞാൻ സാർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചോദിക്കാം. ലൈഫിൽ എപ്പോഴെങ്കിലും ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്തൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഭയങ്കരമായൊരു സന്തോഷം മുന്നിൽ വന്നിട്ട് ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്കിതിലും വലുതെന്തോ കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ലൈഫിലുണ്ടോ? ഇല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ എന്നാണ്. അതായത് എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ സിനിമ വേണ്ടെന്ന് വെച്ചു. എന്തിനാണ് സിനിമ വേണ്ടെന്ന് വെക്കുന്നത്? ആ സിനിമ കാണുന്ന സമയത്ത്, സിനിമ കാണേണ്ടെന്ന അർത്ഥത്തിലല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാർ പലരും സിനിമയ്ക്ക് പോയ സമയത്ത് ഞാൻ സിനിമയ്ക്ക് പോയിട്ടില്ല. ഞാൻ ആവറേജ് 13 മണിക്കൂർ പണിയെടുക്കുന്ന ഒരാളാണ്. ഈ 13 മണിക്കൂർ എൻ്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് മദ്യപിച്ച് എവിടെയെങ്കിലും കറങ്ങി നടന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്ന് ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മളത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വലിയ കുറേ ലക്ഷ്യങ്ങൾ നേടാനുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളെ നമുക്ക് ചില കാര്യങ്ങൾ ഇൻസ്റ്റൻ്റായി കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുക. അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിന് ആസ്വദിക്കാതിരിക്കുന്നു എന്ന അർത്ഥമേ അല്ല കേട്ടോ. ചെറിയ ചെറിയ റിവാർഡുകൾ നമ്മൾ കൊടുക്കണം. ഉറപ്പായിട്ട് നമ്മൾ അതിനെ കാണുന്ന എങ്ങനെയാണ്, അതിനു വേണ്ടിയുള്ള യാത്രയിൽ. ഉദാഹരണം, നമുക്ക് 10 കിലോമീറ്റർ അപ്പുറത്താണ് എത്തേണ്ടത്. പക്ഷെ 10 കിലോമീറ്റർ അപ്പുറത്ത് എത്തണമെങ്കിൽ ആദ്യം 1 കിലോമീറ്റർ കടക്കണ്ടേ? അപ്പൊ ആ ഓരോ കിലോമീറ്ററുകളും ഒരു വിജയങ്ങളായി ആഘോഷിച്ച് മുന്നോട്ട് പോവാം. എന്നാൽ നമ്മുടെ നോട്ടം അവിടെയാണ് എന്നാണ്. നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൂടുതലും നമ്മളൊരു കാര്യത്തിനോട് കമ്മിറ്റഡ് ആവുകയല്ലേ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു ജോലിക്ക് കയറി പല ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗോളിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ അതിനോട് കുറെ കൂടി കമ്മിറ്റഡ് ആവുകയല്ലേ ചെയ്യുന്നത്. ആ ലോങ് ടൈമിൽ കിട്ടുന്ന റിവാർഡുകൾ, അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഗോൾ അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നം എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായ്മ, അത് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇല്ലെങ്കിൽ അതിനെ എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നടന്നു പോണ പോലെ പോട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിലാകുന്നത്. ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ, ഇത് നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം, ഈ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പോവാൻ എന്നുള്ള രീതിയിൽ എന്താ സാറിന് പറയാനുള്ളത്? അല്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ജീവിതത്തിനെ ഒരു പെട്ടെന്ന് നിന്ന് ഒരു ദിവസത്തിൽ തീരുന്ന ജീവിതമല്ല. ജീവിതം ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ് എന്ന് തോന്നിയാൽ ചില സുഖങ്ങളെ നിങ്ങൾ ത്യജിക്കേണ്ടി വരും ഒരു വലിയ റിവാർഡിന് വേണ്ടി. 2024 ജനുവരി 1 തൊട്ട് ഞാൻ നോൺ വെജ് കഴിക്കുന്നില്ല. ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞു. അടുത്ത 6 കൊല്ലം കഴിക്കുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. 2030 മിഷൻ 2030 അത് പൂർത്തീകരിക്കുന്നവരെ ഇത് വേണ്ടെന്ന് വെച്ചു. എന്തിനാണ് ഈ വേണ്ടെന്ന് വെച്ചത്? ഇതൊരു ഇപ്പൊ കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത് ഒരു വലിയ കാര്യത്തിനാണെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ആണിത്. ചില കാര്യങ്ങളെ ത്യജിക്കുമ്പോഴാണ് ചില വലിയ കാര്യങ്ങൾ ആർജിക്കാൻ കഴിയുക. നമുക്ക് ആർജിക്കാൻ താല്പര്യമുണ്ട്, ത്യജിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ആർജിക്കാൻ ആഗ്രഹങ്ങൾ മാത്രമായി തീരുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി സർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. ജീവിതത്തിൽ പലതും വലിയ കാര്യങ്ങൾ കിട്ടുന്നത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാത്തിരുന്ന് കിട്ടുന്ന ഒരു കാര്യത്തിന് ഭയങ്കര മൂല്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആകട്ടെ. ഇനിയും നമ്മൾ ഇതുപോലത്തെ നല്ലൊരു പേഴ്സണൽ ഡെവലപ്മെന്റ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.